നമ്മളിപ്പോൾ ഈ ഫുട്ബോളൊക്കെ കളിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും ഇഞ്ചുറീസ് വരിക, എന്തെങ്കിലും പെയിൻസ് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ വേദന മാറ്റാൻ വേണ്ടിയിട്ട് പെയിൻ കില്ലേഴ്സ് കഴിക്കാറാണ് പതിവ്. ശരിക്കും ഇത് നല്ലതാണോ? ഒരുപാടായിട്ട് നമ്മൾ ഒ പിയിൽ കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണിത്. വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു മൈനറായിട്ടുള്ള സ്പോർട്സ് ഇഞ്ചറി വരുന്ന സമയത്ത് ജസ്റ്റ് ഒരു പെയിൻ കില്ലർ കഴിക്കും. അവരൊരു 1 വീക്കൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പെയിൻ കില്ലർ കഴിച്ചത് സബ്സൈഡ് ആയിട്ടുണ്ടാവും. പിന്നീട് അതേ സ്ഥലത്ത് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും ഒരു ഇഞ്ചറി വരുന്ന സമയത്ത് വീണ്ടും അങ്ങനെയൊക്കെയാണ് നമ്മളടുത്ത് കൺസൾട്ടേഷന് എത്തുക ഈ ഒരു കണ്ടീഷന്. അപ്പോൾ ഇതിൽ വരുന്ന ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ നമ്മൾ ആ പെയിന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെയിൻ കില്ലർ കഴിക്കുമ്പം ആ മസിലിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ അവിടെ തന്നെ ഇരുന്നിട്ട് ഈ മസിൽ സ്റ്റിഫ്നെസ് ഉണ്ടായിട്ട് അതൊരു ക്രോണിക് മസിൽ സ്പാസത്തിലേക്കോ മസിൽ പെയിനിലേക്കോ പോകും. അത് പിന്നീട് ഒരു റിപ്പീറ്റഡ് ഇഞ്ചുറിയിലേക്ക് വരെ ഇത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളത് ആ ഫസ്റ്റത്തെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ടൈം ഇല്ലാത്തതിൻ്റെ പേരിൽ ജസ്റ്റ് ഒരു പെയിൻ കില്ലർ കഴിച്ചിട്ട് ഇതിനെ ഒതുക്കുമ്പോൾ ഈ ജോയിൻറ്റ് വീണ്ടും ഒരു വലിയ അവസ്ഥയിലേക്ക് മാറുകയാണ്. അപ്പോൾ അവിടെ നമ്മളൊരു പ്രോപ്പർ കെയർ ഇഞ്ചുറി പറ്റുമ്പോൾ തന്നെ കൊടുത്ത് എന്നിട്ട് കുറയുന്നില്ലെങ്കിൽ അപ്പം തന്നെ ഡോക്ടറെ കാണിച്ച് അതിന് വേണ്ട ഒരു പ്രോപ്പർ മസാജ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു സ്ട്രെച്ചിങ് എക്സസൈസുകൾ അത് ചെയ്തിട്ട് ആ മസിലിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും സ്ട്രെങ്ത്തും തിരിച്ച് കൊണ്ടുവരുന്ന രീതിയിലേക്കുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ നിസ്സാരം 2-3 ദിവസം കൊണ്ട് ട്രീറ്റ് ചെയ്ത് തീർക്കേണ്ട ഒരു കണ്ടീഷനെ നമ്മൾ വർഷങ്ങളോളം ചികിത്സിക്കേണ്ടതോ അല്ലെങ്കിൽ ആ പെയിന് കൊണ്ടുനടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരാറുണ്ട്.